ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ സെൽഫ് ലവ് ഗ്രാറ്റിറ്റ്യൂഡ് ക്ലാസ്സിൻ്റെ ബുക്കിങ്സ് എടുത്തു തുടങ്ങുന്നുണ്ട്. ഓക്കെ, വേണ്ടവർക്ക് മെസ്സേജ് ചെയ്യാം. നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, ഇതിൽ ഞാൻ വീഡിയോൻ്റെ നടുവിൽ കൊടുക്കാം. അത് എഡിറ്റിംഗ് ചെയ്യണം, അതുകൊണ്ടാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആദ്യം തന്നെ മേലെ തന്നെ നിങ്ങൾക്ക് കാണും. ഓക്കെ, സെൽഫ് ലവ് ഗ്രാറ്റിറ്റ്യൂഡ് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഓക്കെ, നമുക്ക് നോക്കട്ടെ ഇന്നത്തെ എനർജിയും. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ് യൂണിവേഴ്സ് കാണിക്കുന്നത് നോക്കാം. നിങ്ങൾ കേൾക്കേണ്ട ചില മെസ്സേജസ് ആവാം, നിങ്ങൾ കേട്ടിരിക്കേണ്ട ചില മെസ്സേജസ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എന്താ എത്തിക്കുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് സീ. Queen of Cups energy, Judgment, High Priestess, Page of Pentacles, Ace of Pentacles. Knight of Cups, Ace of Swords. Wow, എൻ്റെ Ace ഒക്കെ ആണല്ലോ. Page of Swords, Five of Pentacles. ഇവിടെ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ കാര്യം നിങ്ങളുടെ എനർജി ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ വളരെയധികം ആക്ച്വലി ഇത് നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവനവനെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ ഒരുപാട് കെയറിങ് പേഴ്സൺ ആണ്. ഇതിപ്പോൾ ജെൻസ് ആയാലും ഓക്കെ, നിങ്ങൾ കിങ് ആയിട്ട് കണക്കാക്കിക്കോളൂ. കിങ് ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഇമോഷണൽ ആൾക്കാർ, അല്ലെങ്കിൽ ഒരുപാട് മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന വ്യക്തികൾ എന്ന രീതിക്കാണ്. എന്നിട്ട് ഇവിടെ എവിടെയോ എനിക്ക് തോന്നുന്നത് ഇപ്പം നിങ്ങൾ കുറേയൊക്കെ നിങ്ങളിലേക്ക് തിരിഞ്ഞു തുടങ്ങി. ഓക്കെ, നിങ്ങളെ തന്നെ കെയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ. അത് ആവശ്യമാണ്. ഓക്കെ, ആക്ച്വലി നിങ്ങൾ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ അങ്ങനെ ആവാം. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരെ മാത്രം കെയർ ചെയ്താൽ പോരാ, നിങ്ങൾ അവനവനെ കെയർ ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് കൂടിയാണിത്. മേ ബി ഒരു കെയർ ആവശ്യമുള്ള സമയമായിരിക്കാം. മേ ബി നിങ്ങൾ എന്തെങ്കിലും, കാരണം ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ ഒരു കാർഡ് എനിക്ക് കണ്ടിരുന്നു. എന്തെങ്കിലും വിഷമങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ അവനവനെ കുറച്ച് സെൽഫ് കെയർ ചെയ്യുക. ഓക്കെ, ന്യായം നിങ്ങൾക്ക് കിട്ടും. എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തേക്ക് ന്യായമായത് നടക്കും. ഓക്കെ, അത് യൂണിവേഴ്സ് ചെയ്യും, നിങ്ങളുടെ ഭാഗത്തേക്ക് ന്യായം കൊണ്ടുവരും. ഓക്കെ, അതായത് ആരെങ്കിലും നിങ്ങളോട് റോങ് ആയിട്ട് പെരുമാറി, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചു, മറ്റുള്ളവർ നിങ്ങളെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തില്ല, എന്തെങ്കിലും നിങ്ങളോട് മോശമായി പെരുമാറി, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ വേദന ഉണ്ടാക്കി. കാരണം നിങ്ങൾ അങ്ങനെ അവരെ കെയർ ചെയ്ത് നിന്നിട്ടുണ്ടാവും. ഓക്കെ, മറ്റുള്ളവർക്ക് നിങ്ങളുടെ കെയർ, നിങ്ങളുടെ സ്നേഹം എല്ലാം നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, എല്ലാം സ്നേഹവും കെയറും മാത്രമല്ല, എല്ലാം. അപ്പോൾ അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടാത്തത്, ഓക്കെ, നിങ്ങൾക്ക് ന്യായമായത് തിരിച്ച് കിട്ടും. ഓക്കെ, സിക്സ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട് ഇവിടെ. നിങ്ങളുടെ വിഷമത്തിനെല്ലാം ഓക്കെ, നിങ്ങൾ എന്താണോ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്, അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് തരുന്നല്ല, നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും യൂണിവേഴ്സ്. അതേപോലെ ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തത് നിങ്ങൾക്ക് ന്യായമായത് തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ അത് യൂണിവേഴ്സ് ബാലൻസ് ചെയ്യും. ഓക്കെ, ആ ഒരു ജസ്റ്റിസ് യൂണിവേഴ്സ് ചെയ്യും നിങ്ങളോട്. എനിക്ക് എവിടെയോ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂട്ടീവ് പവർ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എനിക്ക് സ്പിരിച്വൽ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. കുറെ കൂടി സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങളിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് വരുമ്പോഴാണ് നമ്മൾ സെൽഫ് ലവിലേക്ക് കൂടി വരിക. ഓക്കെ, സോ ആ ഒരു സെൽഫ് കെയറിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, ചിലവർക്ക് ഇമോഷണൽ കാര്യങ്ങൾ, അതായത് റിലേഷൻഷിപ്സിൻ്റെ കാര്യങ്ങളാവാം. ഓക്കെ, ചിലവർക്ക് നിങ്ങൾക്ക് ലൈക്ക് ജോലി അങ്ങനത്തെ കാര്യങ്ങളും ആവാം. രണ്ടും വരുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് എന്ന് പറയാം. രണ്ടും നമ്മൾ ഒന്നിച്ച് പറയുമ്പോൾ ആക്ച്വലി ഇതും പേജസ്. ഓക്കെ, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ അവസരങ്ങൾ, നിങ്ങൾക്ക് ഗ്രോത്തിനുള്ള അവസരങ്ങൾ. ഓക്കെ, ഏസ് ഓഫ് പെനിക്കൽസ് ആണ് ഇവിടെ, ഏസ് ഓഫ് സോർഡ്സ് ആണ് ഇവിടെ. നിങ്ങളുടെ ഒരു ഗ്രോത്തിൻ്റെ അവസരമാണ് വരുന്നത്. ഓക്കെ, നിങ്ങളൊരു സ്ട്രോങ് ആയിട്ട് ആക്ച്വലി ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറുമാണ്. നിങ്ങളിവിടെ ആക്ഷൻ എടുക്കണം എന്നൊരു മെസ്സേജ് ഉണ്ട് യൂണിവേഴ്സിൻ്റെ. അല്ലെങ്കിൽ ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചില തീരുമാനങ്ങൾ, ഓക്കെ, ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാവുന്നുണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ടാവാം. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളത്, അല്ലാതെ മറ്റുള്ളവർക്ക് വെറുതെ കൊടുത്തുകൊണ്ടിരിക്കാൻ മാത്രമല്ല. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ
നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്തിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കും. ഓക്കെ, അത് മാത്രമല്ല ഇത് ചിലപ്പോൾ വല്ല ബിസിനസ്, കരിയർ അങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിലേക്കും നിങ്ങൾ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതായിട്ടാണ് ഇത് പറയാം, നമ്മൾ എഫേർട്സ് ഇടുന്നതായിട്ടാണ് പറയാം. ആ എഫേർട്ടിനൊക്കെ പകരം റിസൾട്ടായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. സോ ഇത് ഫൈനാൻഷ്യൽ അബണ്ടൻസ് ആണ് ചിലവർക്ക്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഇവിടെ ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ്. നിങ്ങളുടെ ലൈഫിൽ നല്ല റിലേഷൻഷിപ്സ് നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, എപ്പോഴും സെൽഫ് കെയറിലേക്ക് വരുമ്പോൾ, നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരുമ്പോൾ, നിങ്ങൾ അവനവൻ്റെ ഒരു വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, ഓക്കെ, നിങ്ങളുടെ ഒരു പവറിൽ നിങ്ങൾ നിൽക്കുകയാണ്. ഇൻറ്റ്യൂട്ടീവ് പവർ, ആക്ച്വലി ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോഴല്ലോ വളരെ നോളജബിൾ പേഴ്സൺ ആണെന്ന് പറയും. വളരെ അറിവ് എവിടെ നിന്നൊക്കെയോ നിങ്ങൾക്ക് കുറേ അറിവ് കിട്ടുന്ന പോലെ. അതായത് നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടൊന്നും ആയിരിക്കില്ല, ബട്ട് നിങ്ങൾ കേൾക്കുന്നതിൽ നിന്നും കാണുന്നതിൽ നിന്നും യൂണിവേഴ്സിൽ നിന്ന് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എവിടേക്കോ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് സംഭവിക്കുകയാണ്. ആ സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങളിലേക്ക് നല്ലത് അട്രാക്ട് ചെയ്യും. ഓക്കെ, ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരും. നല്ല വ്യക്തികൾ, നിങ്ങളെ കെയർ ചെയ്യുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തികൾ, നിങ്ങളിലേക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് അട്രാക്റ്റ് ആയിട്ട് വരുമെന്നാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഇതെവിടെയോ നിങ്ങൾക്ക് ട്രൂത്ത് ആൻഡ് ക്ലാരിറ്റി കിട്ടുന്നതായിട്ടാണ് പറയുക. ഓക്കെ, നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കും, അതിന് അനുസരിച്ചുള്ള ആക്ഷൻസും നിങ്ങൾ എടുക്കും. ഓക്കെ, ഇത് എവിടേക്കോ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്സ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്യും. ഓക്കെ, ആൻഡ് ഇവിടെ 5 ഓഫ് പെന്റിക്കിൾസ് നമ്മൾ ലോസ് ആണ്. നിങ്ങൾ ഒന്നും ഓർക്കാതെ, ലൈക്ക് എന്ത് സംഭവിക്കും, എന്തെങ്കിലും ലോസ് വരുമോ എന്ന് ഓർക്കാതെ, എന്നാലോചിച്ച് വിഷമിക്കാതെ ഐ തിങ്ക് നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നതാണ് ഇവിടെ. ഓക്കെ, അത് അങ്ങനെ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളിലേക്ക് ആക്ച്വലി നിങ്ങളുടെ ഒരു പവർ ഉണ്ടല്ലോ, നിങ്ങളുടെ പവർ വർദ്ധിക്കുമ്പോൾ നിങ്ങളിലേക്ക് എല്ലാം നല്ലത് അട്രാക്റ്റ് ആയിട്ട് വരും. അതങ്ങനെയാണ്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഐ തിങ്ക് ക്ലാരിറ്റി കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഓരോ ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് മാത്രമല്ല, നിങ്ങൾ അവനവന് വേണ്ടി ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, അവനവന് വേണ്ടി എഫേർട്സ് ഇടുക. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിനെ ബെറ്റർ ആക്കാൻ വേണ്ടി എന്തെങ്കിലും എഫേർട്ട് ഇടുക, ആ രീതിക്ക് നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. എനിക്ക് വളരെ പോസിറ്റീവായിട്ടൊരു റീഡിംഗ് ആണ് ഇവിടെ. യൂണിവേഴ്സ് അത് ജഡ്ജ്മെൻ്റ് ആണ്, അത് യൂണിവേഴ്സിൻ്റെ ജഡ്ജ്മെൻ്റ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, ആ തരത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ ഒരു മാറ്റം നിങ്ങളിൽ സംഭവിക്കുകയാണ്. ഓക്കെ, നിങ്ങളിലാണ് മാറ്റം. ദാറ്റ്സ് ഗുഡ്, ആക്ച്വലി നല്ലതാണ്. ഏസ് ഓഫ് സോർട്സും ഏസ് ഓഫ് പെന്റിക്കിൾസും കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, നിങ്ങൾ മേ ബി നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയത്, ഓക്കെ, അതിൻ്റെ ഒരു റിസൾട്ട് ആയിരിക്കാം, നല്ല റിസൾട്ട് ആയിരിക്കാം. നിങ്ങൾ ആക്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെതായ റിസൾട്ട് നിങ്ങൾക്ക് വരും എന്ന് പറയില്ല. ഇപ്പോൾ നമ്മൾ ഓവർ തിങ്കിങ്, 7 of Cups, 4 of Pentacles. നിങ്ങളോട് യൂണിവേഴ്സ് അഡ്വൈസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സക്സസ് ആണ് ഇവിടെ. കണ്ടോ, സക്സസ്, സ്റ്റെബിലിറ്റി, ഡിഷൻ. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് ഓക്കെ ഓവർ തിങ്കിങ് ചെയ്യാതിരിക്കുക, നെഗറ്റീവ് തിങ്കിങ് ചെയ്യാതിരിക്കുക, ഒരുപാട് നിങ്ങൾ പാസ്റ്റിൽ ജീവിക്കാതിരിക്കുക, ഒന്നാമത്തെ കാര്യം. ഓക്കെ, ആൻഡ് ഇവിടെ 7 of Cups നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻസ് തുറന്നു കിട്ടും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് വരും. ഓക്കെ, നിങ്ങളാണ് ഇനി ചൂസ് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചൂസ് ചെയ്യാൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഓപ്പൺ മൈൻഡോടെ കാര്യങ്ങളെ ഡീൽ ചെയ്യുക. ഓക്കെ, നിങ്ങൾ എന്തും ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു കൂടുതൽ കാണുന്നുണ്ട് എനിക്ക്. പാസ്റ്റിൽ നിങ്ങൾക്ക് വല്ല നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവാം, ബട്ട് നിങ്ങളിപ്പോൾ ഐ തിങ്ക് നിങ്ങൾ തയ്യാറാണ്. ഓക്കെ, ഇനി എന്ത് വന്നാലും ശരി, ഞാൻ അതൊരു ഒരു ലെസൺ ആയി എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. ഇവിടെ പ്ലാനിങ് കാണുന്നുണ്ട്. ഓക്കെ, പ്ലാനിങ് ആൻഡ് വെയിറ്റിംഗ് ഉണ്ട്. നിങ്ങൾ ഐ തിങ്ക് സമയമെടുത്ത് നിങ്ങളുടെ എന്താണോ നിങ്ങൾ ചെയ്യാനുള്ളത് അതിന് നിങ്ങൾ ആക്ഷൻ എടുക്കാം. ഓക്കെ, ആ ആക്ഷൻ എടുക്കുന്നതിന് മുമ്പ് പ്ലാനിങ് ചെയ്യുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാനിങ് ചെയ്യുക. എന്താ വേണ്ടതെന്ന് നിങ്ങളൊന്ന് ഉറച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ കാണുന്ന സക്സസ് ആണ്. ഓക്കെ, സക്സസ് ആൻഡ് സ്റ്റെബിലിറ്റി ആൻഡ് നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നോ അത് നടക്കും എന്ന രീതിയിലാണ്. ഓക്കെ, ഒരു പീസ്ഫുൾനെസ് നിങ്ങൾ മുന്നോട്ട് വരും എന്നൊക്കെയാണ്. ഒരുപാട് എല്ലാം നല്ല കാർഡ്സാണ്, ഇനിയിപ്പോൾ ഞാൻ എടുക്കുന്നില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് നല്ലത് വരും. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഗ്രോത്തിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങളെ ചില ലെസൺ പഠിപ്പിച്ചിട്ടുണ്ടാവും, അതിൽ നിന്ന് നിങ്ങൾ പഠിച്ച് നിങ്ങൾ ഐ തിങ്ക് തയ്യാറാണ് ഇപ്പോൾ മുന്നോട്ട് പോകാൻ. ആൻഡ് യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രോത്ത്, ഇത് വീടിൻ്റെ കാര്യമൊക്കെയാണ്, ഫാമിലി, വീട്, മാരേജ് എന്ന് പറയാം. ഇതും ആക്ച്വലി ഒരു മാരേജ് കാർഡും, യാത്ര, ട്രാവൽ, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ. ആൻഡ് ഇവിടെ മജീഷ്യൻ, യെസ്, നിങ്ങൾ എന്താണോ വേണ്ടത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് പവർ അത്രയും കൂടുന്നുണ്ടെന്നാണ് എനിക്ക് കാണുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ഉണ്ടല്ലോ, ശരിക്കും വളരെ കോമ്പിനേഷൻ നല്ലതാണ്. കാരണം നിങ്ങളിവിടെ
വളരെ ഇമോഷണൽ പേഴ്സണുമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൂടെ വർദ്ധിക്കുമ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് കൂടി കാര്യങ്ങളെ മനസ്സിലാക്കും. ഓക്കെ, അങ്ങനെ അതിനനുസരിച്ചാണ് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത്. സോ ദാറ്റ്സ് ഗുഡ്. ഓക്കെ, നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഇതിവിടെ ആക്ഷൻ നിങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് ആ ഒരു ബോൾഡ്നെസ് വരികയാണ് നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, നിങ്ങൾ തന്നെ സ്ട്രോങ് ആവുകയാണ്. അങ്ങനെ നിങ്ങളൊരു ആക്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് നിങ്ങൾക്ക് ഐ തിങ്ക് ഫൈനാൻഷ്യൽ അബണ്ടൻസ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് കാണുന്നത്. എനിക്ക് ഫൈനാൻഷ്യൽ നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജോലി കരിയറൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് നിങ്ങളെ തന്നെ സ്ട്രോങ് ആക്കുക എന്നുള്ളൊരു മെയിൻ പോയിന്റ് അതാണ് ഇവിടെ കിട്ടിയതെന്ന്. ഓക്കെ, ആൻഡ് യൂണിവേഴ്സ് നിങ്ങളോട് ന്യായം ചെയ്യും. നിങ്ങൾ ആക്ച്വലി ആക്ഷൻ എടുക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ലെറ്റ്സ് സീ, ലെറ്റ് ഗോ. ഓക്കെ, ന്യൂ ഹോം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 4 of Wands കാർഡ് പറയുന്നത് നമ്മൾ വീട് എന്നുകൂടിയാണ് കേട്ടോ. ഓക്കെ, മാരേജ്, വീട്, ഫാമിലി, യെസ്, ട്രാവൽ, ഒരേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നെ വന്നിട്ടുണ്ട്. വിന്റർ ടൈം, ഓക്കെ, ഇറ്റ്സ് ഫൈൻ. നോക്കാം, ഓട്ടം ഉണ്ട്. ഓക്കെ, ചിൽഡ്രൻ എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ചിലവർക്ക് ബി യുവർ സെൽഫ്. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ കാര്യം നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ ഒരു പവർ റിയലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ അതിന് എന്താ വേണ്ടത്? നമ്മളുടെ കുറ്റങ്ങളോടും കുറവുകളോടും കൂടി തന്നെ നമ്മൾ അവനവനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, മറ്റുള്ളവരെ മുമ്പിൽ നമ്മൾ അവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു രൂപത്തിലേക്ക് നമ്മൾ വരാൻ ശ്രമിക്കും എപ്പോഴും സാധാരണ. ഓക്കെ, ബട്ട് അത് വേണ്ടാന്ന് വെച്ച് നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ കുറ്റങ്ങളോടും കുറവുകളോടും കൂടി വേറൊരാൾക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമ്പോൾ അതായിരിക്കും ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹം, അല്ലെ? ജെനുവിൻ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് അങ്ങനത്തെ ആയിരിക്കും. സോ അങ്ങനെ നിങ്ങളെപ്പോഴും നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിൽക്കുക. വേറെ ആളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാറാൻ ശ്രമിക്കരുത്. അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ തുറന്നു പറയുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് തുറന്നു പറയുക. സോ നിങ്ങളുടെ മനസ്സിൽ എന്താണോ അതുപോലെ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുക. നിങ്ങൾ ഒരിക്കലും മാറാൻ ശ്രമിക്കരുത് മറ്റുള്ളവർക്ക് വേണ്ടി. കാരണം നിങ്ങൾ എങ്ങനെയാണോ അത് തന്നെയാണ് ബെസ്റ്റ് വേർഷൻ നിങ്ങളുടെ. ഓക്കെ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും മാറിയിട്ടും ഇതാക്കിയിട്ടും നമ്മൾ കുറേ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, കാരണം അത് പിന്നീട് എന്താ അറിയോ, കുറേ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മടുപ്പ് തുടങ്ങും. ഓക്കെ, ഞാൻ എന്താണ് എൻ്റെ നിങ്ങൾ എന്നിട്ട് പറയുമ്പോൾ എനിക്ക് വേണ്ട ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ആദ്യം നിങ്ങൾ എന്താ വേണ്ടതെന്ന് നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നുണ്ടോ? ഇല്ല, കാണിച്ചു കൊടുക്കുന്നില്ല. എന്നാലല്ലേ അവർക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ലെറ്റ് ഗോ എന്ന് പറയുന്നുണ്ട്. ആസ് യു സറണ്ടർ ദ നീഡ് ടു കൺട്രോൾ യുവർ റിലാക്സ്ഡ് എനർജി റാപ്പിഡ്ലി അട്രാക്ട്സ് യുവർ ഡിസയേഴ്സ്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് പവറൊക്കെ വർദ്ധിക്കുമ്പോൾ നിങ്ങൾ കുറേ യൂണിവേഴ്സിനോട് സറണ്ടർ ചെയ്യും. ഓക്കെ, മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അങ്ങനെ നിങ്ങളൊരു സറണ്ടറിങ് മോഡിലേക്ക് വരുമ്പോൾ ഓക്കെ നിങ്ങളിലേക്ക് നല്ലത് അട്രാക്റ്റ് ആയിട്ട് വരും. ന്യൂ ഹോം ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ മാരേജ് അല്ലെങ്കിൽ ന്യൂ ഹോം, ഒരു വീട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ചിലവർക്ക് ട്രാവൽ കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓക്കെ, ട്രാവലിൽ വരാനുള്ള സാധ്യതയാണ്, യാത്രകൾ വരാനുള്ള സാധ്യതയാണ്. ആൻഡ് ആ ട്രിപ്പ് എന്തെങ്കിലും ചിലപ്പോൾ ജസ്റ്റ് വെറുതെ ഒരു യാത്ര പോവുകയാണെങ്കിൽ കൂടി അത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. ബിക്കോസ് അങ്ങനെ ആ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പലതും മേ ബി റിലാക്സ് ആവുന്നതായിരിക്കാം, അങ്ങനെയാവാം. ഓക്കെ, നിങ്ങൾ റിലാക്സ് ആകുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒരുപാട് പല കാര്യങ്ങളും നമുക്ക് കുറെ കൂടി എന്താ പറയുക, ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, മൈൻഡ് റിലാക്സ് ആയിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് വഴികൾ കിട്ടും. ഞാനിവിടെ വിൻ്ററും ഓട്ടമും ഉണ്ട്. ഇത് രണ്ടും പറയുന്നത് നിങ്ങൾക്കൊരു ടൈമിംഗ് തരുന്ന പോലെയാണ്. വിൻ്റർ ആക്ച്വലി ഇപ്പം തന്നെയാണ്, ഡിസംബറാണ്. ഓട്ടം എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങളുടെ ഫോൾ സീസൺ ഇവിടെ കഴിഞ്ഞു, ഓൾമോസ്റ്റ് കഴിയാറായി, വിൻ്റർ വരാറായി. അപ്പോൾ ഈ മാസം ശരിക്കും പറഞ്ഞാൽ യെസ് ഒക്ടോബർ, നവംബർ, ഡിസംബർ ടൈമാണ് ഇത് കറക്റ്റായിട്ട്. ഇത് രണ്ടും നവംബറും ഡിസംബറും പീരീഡിൽ പെട്ടതാണ്. അല്ലെങ്കിൽ അടുത്ത വർഷത്തെ ലൈക്ക് ഒരു വർഷം എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. നെക്സ്റ്റ് ഒക്ടോബർ നവംബർ എന്ന രീതിക്കും എടുക്കാം. സോ ചിലവർക്ക് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കിട്ടുമെന്ന് പറയാം. അല്ലാത്തവർക്ക് ചിലപ്പോൾ ഇപ്പം തന്നെ ആയിരിക്കാം പക്ഷെ നിങ്ങൾ എത്രത്തോളം ഇപ്പോൾ മാറിയിട്ടുണ്ട് അതിനനുസരിച്ചിരിക്കും. നിങ്ങളിപ്പോൾ എത്രത്തോളം ഡെവലപ്പ് ആയിട്ടുണ്ട് അതിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നേടാൻ പറ്റുന്നത്. ഓക്കെ, സോ അവനവൻ്റെ മേലെ വർക്ക് ചെയ്യുക, അതാണ് മെയിനായിട്ട്. സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക, സെൽഫ് ലവ് ചെയ്യുക. ഓക്കെ, ചിൽഡ്രൻ, യുവർ കണക്ഷൻ വിത്ത് ചിൽഡ്രൻ ഇസ് പാർട്ട് ഓഫ് യുവർ ലൈഫ് പർപ്പസ്. ചിലവർക്ക് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നുണ്ട് കുട്ടികളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫ് പർപ്പസ് ആണെന്ന് വെച്ചാൽ അതിപ്പോൾ ടീച്ചിങ് ആവാം. എനിക്ക് ടീച്ചിങ് മാത്രമല്ല, നിങ്ങൾക്ക് കുട്ടികളുടെ കൂടെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് തന്നെയായാലും ശരി,
ട്യൂഷൻ എടുക്കലോ അല്ലെങ്കിൽ വലുതും വരയ്ക്കാൻ പഠിപ്പിച്ചു കൊടുക്കലോ പാട്ട് പഠിപ്പിച്ചു കൊടുക്കലോ എന്ത് തന്നെ ആയാലും ശരി, കുട്ടികളുമായിട്ടുള്ള ജസ്റ്റ് നിങ്ങൾ ചിലപ്പോൾ കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കാം നിങ്ങളെ. എനിക്ക് അപ്പോൾ ആ രീതിയിൽ എവിടെയോ കുട്ടികളുമായിട്ടുള്ള കണക്റ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, നിങ്ങൾ കുട്ടികളുടെ വിങ്ങിൽ വർക്ക് ചെയ്യുന്നു, ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം എവിടെയോ നിങ്ങളുടെ കുട്ടികളുമായിട്ട് ചില കണക്ഷനാണ് കാണിക്കുന്നത്. അത് നിങ്ങളുടെ ലൈഫ് പർപ്പസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ബി യോസ്. ഓക്കെ, പറഞ്ഞു അല്ലേ? ഓക്കെ, സോ നിങ്ങളുടെ ഇതൊരു നമ്മുടെ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. ഹൈ പ്രീസ്റ്റസ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു അവനവൻ്റെ ഒരു എന്താ പറയുക, റിയലൈസ് ചെയ്യുന്നതാണ്. നമ്മുടെ ഓൺ പവർ റിയലൈസ് ചെയ്യുന്ന തരത്തിലാണ്. അതാണ് പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുക, ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി മാറണ്ട എന്നാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. ആൻഡ് സെൽഫ് ലവ് ബാച്ചിൽ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. കുറച്ച് പേര് ജോയിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് എൻക്വയറീസ് നിങ്ങൾ ഇടുമ്പോൾ എൻ്റെ ടൈം ഒന്ന് ഓർത്ത് വെക്കണേ. നിങ്ങൾ രാത്രി നിങ്ങളുടെ പകൽ നിങ്ങൾ മെസ്സേജ് ഇടുമ്പോൾ എനിക്ക് രാത്രിയാവും. ഞാൻ രാവിലെ എഴുന്നേറ്റ് എനിക്ക് കുറേ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മാക്സിമം പറ്റുന്നത്ര വേഗം നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ശ്രമിക്കാം. കുറച്ച് വെയിറ്റ് ചെയ്യുക ക്ഷമയോടെ. ഓക്കെ, സോറി ഫോർ ഡിലേ. ഓക്കെ, ആൻഡ് ഒരുപാട് റെസ്പോൺസസ് ഓൾറെഡി വന്നിട്ടുണ്ട്. വളരെ നന്ദി എല്ലാവരോടും, ഓരോരുത്തരോടും നന്ദി. എനിക്ക് ഓരോരുത്തരോടും സ്പെഷ്യലി എനിക്ക് മറുപടി ഇടുമ്പോൾ റിപ്ലൈ ഞാൻ അയക്കുമ്പോൾ എനിക്ക് പേഴ്സണലി അധികം സംസാരിക്കാൻ പറ്റിയില്ല. കാരണം അത്രയും മെസ്സേജസ് ഓൾറെഡി കിടക്കുന്നുണ്ടായിരുന്നു, എനിക്ക് എത്താൻ പറ്റിയില്ല. ഓക്കെ, എന്തായാലും പക്ഷെ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് നമുക്ക് ഹോപ്പ്ഫുള്ളി എല്ലാവരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.